അർജുന, പരമസത്യം കണ്ട മുനിമാരെ സമീപിക്കൂ, പ്രണിപാതേന അവരെ സാഷ്ടാംഗം പ്രണമിക്കൂ, പരിപ്രശ്നേന എന്നിട്ട് സമയവും സൗകര്യവും ഒക്കെ നോക്കി അവരോട് യഥാർത്ഥത്തിൽ സത്യമറിയാനുള്ള ആകാംക്ഷയോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കൂ, സേവയ അവരെ കുറച്ചൊന്ന് ശുശ്രൂഷിക്കൂ. ഇതൊന്നും അവർക്ക് വേണ്ടിയല്ല, അവർക്ക് അങ്ങനെ ആരുടെയും ശുശ്രൂഷയും സേവയും ഒന്നും ആവശ്യമില്ല. എല്ലാം ഈശ്വരമയം. ശരീരം അവർക്ക് പ്രശ്നമേ അല്ല. എങ്കിലും അർജുന, നീ ഈ സത്യോപദേശത്തിന് യോഗ്യനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി വിനയാന്വിതനായി അവരോട് ചോദിക്കൂ. ഞാൻ പറഞ്ഞാൽ നിനക്ക് പിടികിട്ടില്ല. കാരണം നീ വിചാരിച്ചിരിക്കുന്നത് എന്റെ അടുത്ത ബന്ധു, ഇയാളുടെ സഹോദരി അല്ലെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇയാൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, അതൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. നീ അത്ര തന്നെ കാര്യമാക്കില്ല. അതുകൊണ്ട് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തിതേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന. ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം, സ്വാർത്ഥമതികളായ ഗുരുക്കന്മാർ ശിഷ്യസമ്പത്ത് നേടുന്നു. എന്നിട്ടെന്താ പറയുന്നത്? ഇവിടെ വരുന്നവര് മറ്റൊരിടത്തും പോകാൻ പാടില്ല, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളാൻ തന്നെ പാടില്ല. ഇതാണ് നമ്മുടെ സത്യോപദേശം നടക്കുന്ന ഇടങ്ങളിലെ കാര്യങ്ങളെ. അത് കൂടുതൽ ഇരുട്ട് വർദ്ധിപ്പിക്കാനുള്ള കലഹം. അപ്പോൾ ഈ മിഷനുകളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത, കലഹം, ആരാണ് വലുത്, ഏത് മിഷനാണ് വലുത്, ഈ ചിന്തയിൽ വളരുകയാണ് നമ്മുടെ ആധ്യാത്മികത. ഇതാർക്ക് എന്തുപകാരം ചെയ്യാനാണ്? ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമുക്ക് ഈ സത്യം പിടികിട്ടാൻ വേണ്ടി ഞാനിത് പറയുകയാണ്. സത്യം നമുക്ക് പിടികിട്ടണം. വിവേകാനന്ദ സ്വാമികൾ സത്യം അന്വേഷിച്ച് പലരുടെയും അടുത്തിരുന്നു. പലർക്കും അതിന് വ്യക്തമായ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ വിട്ടു അദ്ദേഹം. ഒടുവിൽ വ്യക്തമായ ഉത്തരം കൊടുക്കാൻ സന്നദ്ധതയുള്ള ഒരാളിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ ഗുരുവായി അംഗീകരിച്ചു.